മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിക്കരാഗോയിലെ ചെറിയ പട്ടണമായ ക്വാപ്പായിൽ ബെർണാഡോ മാർട്ടിനസ് എന്ന ദേവാലയ ശുശ്രൂഷയ്ക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1980 ഏപ്രിലിലെ 2 വ്യത്യസ്ത രാത്രികളിൽ അദ്ദേഹം സങ്കീർത്തിയിൽ പ്രകാശം കണ്ടിരുന്നു. എന്നാൽ അത് ആരെങ്കിലും അബദ്ധത്തിൽ ലൈറ്റ് ഓണാക്കിയത് ആയിരിക്കുമെന്ന് അദ്ദേഹം കരുതി. തുടർന്ന് ഏപ്രിൽ 15 രാത്രി അദ്ദേഹം വീണ്ടും ആ മുറിയിൽ പ്രകാശം കണ്ട് അടുത്തു ചെന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം സ്വയം പ്രകാശിക്കുന്നതായി കണ്ടു. എന്നാൽ ഇക്കാര്യം മറ്റുള്ളവർ അറിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. 1980 മെയ് 8 ബെർണാഡോ 2 മിന്നൽ പിണറുകൾ കണ്ടു. രണ്ടാമത്തെ മിന്നലിന് ശേഷം സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. നീണ്ട വെളുത്ത വസ്ത്രം ധരിച്ച് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീ ഇളം സ്വർണ്ണ നിറത്തിലുള്ള മൂടുപടത്താൽ പൊതിയപ്പെട്ടിരുന്നു. അവൾ കൈകൾ നീട്ടിയപ്പോൾ കൈകളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ബെർണാഡോയുടെ നെഞ്ചിൽ സ്പർശിച്ചു. ആ സ്ത്രീ ആരാണെന്ന് ബെർണാഡോ ചോദിച്ചപ്പോൾ താൻ യേശുവിന്റെ അമ്മയാണെന്ന് പരിശുദ്ധ കന്യകാമറിയം വെളിപ്പെടുത്തി. മെയ് മാസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും ജപമാല ധ്യാനിച്ച് ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അമ്മ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തണമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞെങ്കിലും ഭയത്താൽ ബെർണാഡ് ആരോടും പറഞ്ഞില്ല. എന്നാൽ 1980 മെയ് 16 പരിശുദ്ധ അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് അദ്ദേഹം ഈ കാര്യങ്ങൾ പുരോഹിതനോടും തന്റെ വീട്ടിൽ വന്നവരോടുമായി പറയുകയും ചെയ്തു. തുടർന്നുള്ള മാസങ്ങളിൽ പരിശുദ്ധ അമ്മ ബെർണാഡോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് വിവിധ ദർശനങ്ങൾ നൽകി. 1980 ഒക്ടോബർ 13 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 50 പേരുടെ മുൻപിൽ വളരെ ദുഃഖിതയായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ബെർണാഡോയ്ക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മയെ കാണാൻ സാധിച്ചത്. ഗുരുതരമായ അപകടങ്ങൾ ലോകത്തെ ഭീഷണിപ്പെടുത്തുമെന്നും ജനങ്ങൾ മനസ്സു മാറ്റിയില്ലെങ്കിൽ അത് തുടരുമെന്നും താൻ ഒരിക്കലും തന്റെ മക്കളെ കൈവിടില്ലെന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അപ്രത്യക്ഷയായി. 1982 നിക്കരാഗോയിലെ പ്രത്യക്ഷീകരണങ്ങൾ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു. നമുക്കും ക്വാപ്പായിലെ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം.